ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണേ. അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ കുറേ ദിവസമായില്ലേ ലോങ് വീഡിയോസ് ആയിട്ട് വന്നിട്ട്. എന്താണെന്നറിയില്ല, അങ്ങനെ ശരിയാവണില്ല കേട്ടോ. ആഴ്ചയിലൊരു ദിവസത്തെ വീഡിയോ തന്നെ ഭയങ്കര തട്ടിമുട്ടിയാണ് ഇപ്പോൾ പോകുന്നത്. എന്നാലും ഞാൻ ഷോർട്ട് വീഡിയോസ് ഇടാറുണ്ട്, നിങ്ങൾ സഹകരിക്കാറുമുണ്ട്. ഒരുപാട് പുതിയ കൂട്ടുകാരൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും വാം വെൽക്കം. സഹകരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് ഷർട്ടുകളൊക്കെ ഒന്ന് അലക്കിയിടുന്ന ദിവസം കേട്ടോ. ഇടയ്ക്ക് ഞാൻ കാക്കാൻ്റെ ഷർട്ടുകൾ കോളറൊക്കെ ഒന്ന് കല്ലിൽ ഒരതിയിട്ടിടും കേട്ടോ. മെഷീനിൽ ഇങ്ങനെ അലക്കണമല്ലേ, അപ്പോൾ കുറേ കഴിയുമ്പോൾ ഒന്ന് കോളറൊക്കെ ഒരച്ചിട്ടാൽ ഒരു വൃത്തിയാണ്. നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും, ഞാനൊരു കുഞ്ഞു കല്ലിലാട്ടോ അലക്കുക. കുഞ്ഞു കല്ല് എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. നമ്മൾ ബാത്റൂമിൽ ഇടാനും അതേപോലെ കാലൊരക്കാനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിയിടുന്ന കല്ലുണ്ടല്ലോ, അതിലാണ് കേട്ടോ ഉരക്കുക. ചിലപ്പോൾ ഞാനിത് ഈ സിങ്കിൽ ഇറക്കി വെച്ചിട്ട് അലക്കും, അല്ലെങ്കിൽ ഈ ഒരു ഞാനിപ്പോൾ കല്ല് വെച്ചിട്ടുള്ള ഒരു പോർഷന് ഇവിടുത്തെ അലക്കുകല്ലായിരുന്നു കേട്ടോ. അതിൻ്റെ മേലെ പിന്നെ ഞാൻ ടൈലിട്ടതാണ്. വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും. അതുമ്മ കയറ്റി വെച്ചിട്ടും അലക്കും കേട്ടോ. ഈ കല്ലിൻ്റെ അടിയിൽ ബുഷുള്ള കാരണം സ്ലിപ്പാവൊന്നും ചെയ്യില്ല. നല്ല ഷാർപ്പുമാണ് കേട്ടോ, നല്ല യൂസ്ഫുൾ ആണ്. ആവശ്യം കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറക്കി വെക്കും ചെയ്യും കേട്ടോ. അങ്ങനെയും ചെയ്യാറുള്ളത്. അപ്പം ഇന്ന് ഒക്കെ അലക്കിയിടുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ചില ദിവസം ചിലപ്പോൾ ഞാൻ അധികം ഷർട്ടുകൾ അങ്ങനെ മുഷിയുണ്ടെന്ന് തോന്നുമ്പോൾ ചെയ്യുള്ളൂ കേട്ടോ. അല്ലാത്തപ്പോൾ കല്ലിൽ അങ്ങനെ സ്ഥിരം അലക്കുന്ന പരിപാടിയൊന്നുമില്ല. പിന്നെ ഈ കല്ലിൽ സ്ഥിരം അലക്കാറുള്ളത് നമ്മളെ കിച്ചൺ ക്ലോത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇത് അലക്കിയിട്ടിട്ട് എനിക്ക് ഒരു പർച്ചേസിങ്ങിനൊക്കെ പോകാനുണ്ട്, അതൊക്കെ ചെയ്യണം കേട്ടോ. ഇന്ന് ഫുൾ വ്ളോഗ് എടുക്കാമെന്നൊക്കെ കരുതിയാണ് ഒരുങ്ങി ഇറങ്ങിയത്, പിന്നെ അതൊന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു ഇമോജെങ്കിലും കമൻ്റായിട്ട് ഇടാൻ ശ്രമിക്കുക. പിന്നെ ഹൈപ്പ് ചെയ്യുക. അപ്പോൾ ഹൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. 3 പ്രാവശ്യമാണ് ഹൈപ്പ് ചെയ്യാൻ പറ്റുക എന്നാണ് തോന്നുന്നത്. അപ്പോൾ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ ഓണം ഓഫറുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഓണമായിട്ട് നല്ല കളക്ഷനും ഉണ്ടാവും. അപ്പോൾ മാക്സിലൊന്ന് പോകാമെന്നൊക്കെ കരുതിയിട്ടാണ്. മോന് വീട്ടിലിടുന്ന ടീഷർട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കഴിയാന്ന് പറഞ്ഞാൽ എപ്പോഴും എടുക്കും, പക്ഷെ പെട്ടെന്ന് കറയാവും കേട്ടോ. കറ ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇട്ട് കൊടുക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം അങ്ങനെ ടീഷർട്ടുകൾ, പിന്നെ അവന് കൂടുതൽ ഇഷ്ടം ടീഷർട്ട് തന്നെയാണ്. എനിക്ക് അവൻ ടീഷർട്ട് ഇട്ട് കാണുന്നതുമാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ അതാ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം വീട്ടിലെത്തി ആ ഡ്രസ്സോടെ വന്നതാണ് കേട്ടോ. അലക്കിയത് എടുത്ത് വെക്കാനും ഒക്കെ കൂടെ. ഞാൻ സാധാരണ കാക്കാൻ്റെ ഷർട്ടുകൾ ഹാങ്കറിലാക്കിയിട്ടാണ് ഇങ്ങനെ ഉണക്കാനായിട്ട് ഇടാറുള്ളത്. അപ്പോൾ അതുമ്പോൾ തന്നെ അങ്ങനെ സ്റ്റീം അയൺ ചെയ്തിട്ട് കൊണ്ടുവെക്കാമെന്ന് കരുതിയിട്ടാണ്. ഹാങ്കറിലിടുമ്പോൾ ചുളിവുകൾ വളരെ കുറവായിരിക്കും, അപ്പോൾ പിന്നെ അയൺ ചെയ്യാനും എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ടീഷർട്ടുകളൊക്കെ നമ്മൾ അയൺ ബോക്സ് കൊണ്ട് അയൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ മാർക്കൊക്കെ വരും. അപ്പോൾ സ്റ്റീം അയൺ ആകുമ്പോൾ ആ പ്രശ്നമൊന്നുമില്ല, നമുക്കും എളുപ്പമാണ് കേട്ടോ. അങ്ങനെ നിന്നിട്ട് അങ്ങോട്ട് പിടിച്ചു കൊടുത്തിട്ടാണ് കൊണ്ടുവച്ചാൽ നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളും. അപ്പോൾ അത് ചെയ്യായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല. അതാണ് വാച്ചൊക്കെ കഴിയുമ്പോൾ തന്നെ ഉണ്ട്, ഊരി വെക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ. ഞാൻ ഏകദേശം 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇരുട്ടാവണേന് മുന്നേ അഴമത്തൊക്കെ എടുക്കുക, മടക്കി വെക്കാന്നൊക്കെ കരുതിയിട്ട് പെട്ടെന്ന് ഓടി വന്നതാണ് കേട്ടോ. അതേപോലത്തെ ഇന്നത്തെ വ്ളോഗിൽ ഒരു 2 അൺബോക്സിങ് ഉണ്ട്. ഒന്ന് കിച്ചണിൽ വെച്ച റാക്കാണ്, അത് ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട്. വെക്കാതെ നിങ്ങൾ അൺബോക്സിങ് കാണിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ, ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ വെച്ചിട്ടാണ് കാണിക്കണത്. അതേപോലെ തന്നെ ഞാൻ നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടീഷർട്ടും പാൻറ്റും ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റ് പോലെയുള്ള ഡ്രസ്സ് കാണിക്കുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിലാണ് മീഷോയിലാണ് വാങ്ങിയത് കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണ്ടവർക്ക് വാങ്ങാൻ. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കംഫർട്ടബിളും ആണ് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സുഹൃത്ത് എൻ്റെ ടിഷ്യൂ ഡിസ്പെൻസറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മറന്നുപോയിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തിങ്ങനെ വന്നപ്പോഴാണ് ഓർമ്മയായത്. അപ്പോൾ പിന്നെ ഓടിപ്പോയിട്ട് വീഡിയോ എടുത്ത് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വീഡിയോസ് ഓരോരുത്തർ ചോദിച്ചതൊക്കെ പരമാവധി ഞാൻ ഓരോരോ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇനി ഞാൻ എന്ത് ടൈപ്പ് വീഡിയോ ആണ് ചെയ്ത് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ പറയുക.
എനിക്കും അറിയാലോ എൻ്റെ ഏത് ടൈപ്പ് വീഡിയോ കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത്. അൺബോക്സിങ് ആണോ, അതോ ഓരോരോ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നതാണോ, അതോ ടിപ്സ് ആണോ, കുക്കിംഗ് ആണോ, എന്താണെന്നൊക്കെ നിങ്ങൾ പറയട്ടോ. കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് കാലമായി. ഒന്നുമല്ല കേട്ടോ, എന്തൊക്കെയോ ഒരു തട്ടുമുട്ടാണ് ഇപ്പോൾ കുറച്ചായിട്ട്. അതേപോലെ ക്ലീനിങ്ങും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ട് കുറേ ആയില്ലേ. അപ്പോൾ എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടെ പറയുക. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇങ്ങനെ എന്താ ഒരു കണ്ടന്റിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ ഒരിക്കലും എനിക്ക് കഴിയാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പ്ലാനിങ് ഒന്നുമല്ല. എപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ എപ്പോഴാണ് തോന്നുന്നത് അപ്പം ഞാൻ എന്താ ചെയ്യണത് അതാണ് ഞാൻ ചെയ്യാറുള്ളത്. അത് ചിലപ്പോൾ കുക്കിംഗ് ആയിരിക്കും, ചിലപ്പോൾ സ്റ്റിച്ചിങ് ആയിരിക്കും, ചിലപ്പോൾ ക്ലീനിങ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അൺബോക്സിങ് ആയിരിക്കും. ഒന്നും പറയാനായിട്ട് പറ്റില്ല കേട്ടോ. സ്ഥിരമായിട്ടൊരു കണ്ടന്റ് ഇല്ലാത്ത മനുഷ്യനാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണാൻ താല്പര്യം എന്നുള്ളത് പ്ലീസ് ഒന്ന് കമൻറ്റിൽ കൂടെ പറയാം. എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ അത് കാണിക്കണം, ഇത് കാണിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയണം എന്നൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ സൗകര്യമായി. ഒരു കണ്ടന്റ് കിട്ടിയല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞാലും സംസാരിച്ചാലും കാണിച്ചാലും മതിയല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ വൈകുന്നേരം അഴയമ്മ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പോരാത്ത വേലിമേലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വെയിൽ കണ്ടപ്പോൾ ഇപ്പം എപ്പോഴാണ് മഴ വരാന്ന് പറയാൻ പറ്റില്ല. ഇപ്പം അങ്ങനെയാണല്ലോ, ചിലപ്പോൾ തകൃതിയായ മഴ, ചിലപ്പോൾ നല്ല വെയിൽ, അങ്ങനെയൊക്കെയാണല്ലോ. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ അലക്കി ഒക്കെ ഒതുക്കി പെറുക്കിയൊക്കെ വെച്ചു കേട്ടോ. പിന്നെ അങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനിയിപ്പോൾ 3-4 ദിവസം ചിലപ്പോൾ ട്രിപ്പിലും ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് അലക്കിയൊക്കെ ഇടാമെന്ന് കരുതിയിട്ട് ഇന്ന് ഈ ഒരു പണിക്ക് നിന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓണം വെക്കേഷനൊക്കെ എങ്ങനെ പോകുന്നൊക്കെ പറയാം കേട്ടോ. ഇവിടെ ഓണമൊക്കെ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. നല്ല ഓണമല്ല, ഓണം വെക്കേഷനൊക്കെ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. മാസി പരമാവധി അവനെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ തകർക്കണുണ്ട് എന്നൊക്കെ പറയാം. അവന് കളിക്കാൻ ആളില്ലാത്ത പരാതി കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ദിവസം കൊളുത്തുപറമ്പ് പോയി വന്ന് അന്ന് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അവന്. അപ്പോൾ നാളെ ഇനി അവനെയും ഇവിടുത്തെ താത്താൻ്റെ പേരക്കുട്ടികളൊക്കെ കൊണ്ട് ഒരു ട്രിപ്പ് പോകാമെന്നൊക്കെ പ്ലാനൊക്കെ ഉണ്ട്. എങ്ങനെ എന്താവുന്നൊന്നും അറിയില്ല. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. വ്ളോഗൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യട്ടെ. പിന്നെ ഞാൻ ട്രിപ്പിൻ്റെ വ്ളോഗൊക്കെ എനിക്ക് വേണ്ടിയിട്ടിരുന്നതാണ് കേട്ടോ ഞാൻ ചാനലിൽ. കാരണം എന്താ വെച്ചാൽ നിങ്ങളാരും ഇത് കാണാറില്ല, അധികം വ്യൂവേഴ്സ് ഒന്നും ഉണ്ടാവാറില്ല, ആർക്കും കാണാനും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എനിക്കൊരു മെമ്മറി ആണല്ലോ. പിന്നെ അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഞാൻ മുമ്പ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡയറി എഴുതുന്ന പോലെയാണ് എനിക്ക് വ്ളോഗ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ അതിലിടുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഈ ഇതൊന്ന് കാണാം അല്ലേ. ഇതാണ് ഞാൻ മീഷോയിൽ വാങ്ങിയ ഒരു കോട്ട് ഡ്രസ്സ് പോലത്തെ പാൻറ്റും ടീഷർട്ടും ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. നമുക്ക് ഡെയിലി യൂസൊക്കെ ചെയ്യാൻ പറ്റും. പർദ്ദൻ്റെ അടിയിലിടാം. അങ്ങനെ നമുക്ക് രാത്രി ഒന്ന് കുളിച്ച് മാറ്റിയൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇടാനൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റും. ടീനേജ് പിള്ളേർക്കും നമ്മുടെ പ്രായക്കാർക്കും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നല്ല ലൂസും നല്ല കംഫർട്ടബിളും ക്വാളിറ്റിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ 3-4 പ്രൊഡക്റ്റ് കൂടെ വാങ്ങിയതുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോഴൊന്നും വരില്ല കേട്ടോ. അപ്പോൾ വരുന്നതിനനുസരിച്ച് ഓരോന്നോരോന്നങ്ങനെ കാണിക്കാം. ഒന്ന് വൈറ്റിൽ ബ്ലൂവിൽ വൈറ്റ് പ്രിൻ്റ് ഉള്ളതും ഒന്ന് പിങ്കിൽ വൈറ്റ് പ്രിൻ്റ് ഉള്ളതാണ് കേട്ടോ. ഇത് കോംബോ ആയിരുന്നു. 560 എത്രയോ ആണ് കേട്ടോ കൊടുത്തത്. ഇത് കറക്റ്റ് ഓർമ്മയില്ല. കോംബോ ആണ്. ഫ്ലിപ്കാർട്ടിലാണ് വാങ്ങിയത്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടവർക്ക് വാങ്ങാം കേട്ടോ. നല്ല ലൂസും നല്ല സൈസൊക്കെ ഉണ്ട്. നല്ല കംഫർട്ടബിളാണ്. നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാം. കുട്ടികൾക്കും ടീനേജ് ആയിട്ടുള്ള പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാനും ഒക്കെ നല്ല പ്രോഡക്റ്റ് കേട്ടോ. നമുക്കും പർദ്ദൻ്റെ അടിയിലോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനും വീട്ടിൽ യൂസ് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ അടുത്തത് ഇതാണ് കേട്ടോ. ഞാൻ ഇട്ട് കാണിക്കാനുള്ളൊരു കോൺഫിഡൻസ് എനിക്കില്ലാത്തതുകൊണ്ട് ആണ് ഞാൻ പിക്ചർ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വേണ്ടവർക്കൊക്കെ വാങ്ങാം. ലിങ്കിൽ കയറി വാങ്ങിയാൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ടിഷ്യൂ ഹോൾഡർ. 3 in 1 ആണ് കേട്ടോ. ഇതിൽ നമുക്ക് ഫ്ലിംഗ് റാപ്പും അതേപോലെ തന്നെ ഫോയിൽ പേപ്പറും ടിഷ്യൂ ഒരുമിച്ച് തന്നെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിങ്ങനെ ഈ ബോക്സസ് ഇങ്ങനെ ഊരിയെടുക്കാനായിട്ട് പറ്റും. ബ്ലേഡും അതിൽ തന്നെ ഉണ്ട്.
ഇതിങ്ങനെ ഊരിയെടുത്തിട്ട് റോള് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8-9 വർഷമായി വെച്ചിട്ടോ. ഇതുവരെ കളർ വ്യത്യാസം ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ റോള് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഈ സൈഡിൽ കാണുന്ന ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ബ്ലേഡുമാണ് കേട്ടോ. ഇതിങ്ങനെ കയറ്റി ക്ലിപ്പ് അങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുക. ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ഈ ഒരു ക്ലിപ്പ് നീക്കി കൊടുക്കുമ്പോൾ കട്ടായിട്ട് വരും കേട്ടോ. അതിൻ്റെ അടിയിൽ ബ്ലേഡ് ഉണ്ട്, അപ്പോൾ കട്ടായിട്ട് കിട്ടും. നമ്മൾ കിച്ചണിലൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണല്ലോ, ക്ലിംഗ് റാപ്പും ഫോയിൽ പേപ്പറൊക്കെ. അതൊക്കെ എവിടെ വെച്ചൊന്ന് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല പ്രോഡക്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ 9 വർഷം പോലെ ആയി ഞാൻ വെച്ചിട്ട്. പിന്നെ അടുത്ത പ്രോഡക്റ്റ് ഈ 2 സൈഡിലും വെച്ചിട്ടുള്ള ഫ്ലോട്ടിംഗ് ഷെൽഫാണ് കേട്ടോ. ഇതിപ്പോൾ പുതുതാണ്, സ്ഥിരം കാണുന്നവർക്ക് അറിയാം. അത്യാവശ്യം വീതി ഉണ്ട് കേട്ടോ. ഇത് 500 രൂപേൻ്റെ ഉള്ളിലാണ് എനിക്ക് റേറ്റ് വന്നത്. റേറ്റ് ഇങ്ങനെ ഓഫറിനനുസരിച്ച് മാറി തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഫ്ലിപ്കാർട്ടിലാണ് വാങ്ങിയത്. 22 ഇഞ്ച് നീളവും 6 ഇഞ്ച് വീതിയാണ് കേട്ടോ ഉള്ളത്. അത്യാവശ്യം വീതിയുണ്ട്. പിന്നെ അത്യാവശ്യത്തിന് വെയിറ്റും താങ്ങുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, സെറാമിക്കിൻ്റെ പ്രോഡക്ട്സുകളൊക്കെ പൊതുവെ നല്ല വെയിറ്റാണ്. അപ്പോൾ അതൊക്കെയാണ് വെച്ചിട്ടുള്ളത്. നല്ല വെയിറ്റും താങ്ങുന്നുണ്ട് കേട്ടോ. വേണ്ടവർക്ക് വാങ്ങാം. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി വീണ്ടും പുതിയൊരു വ്ളോഗിലൂടെ പുതിയൊരു വീഡിയോയിലൂടെ കാണാം. പറഞ്ഞതൊന്നും ആരും മറക്കണ്ട, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അസ്സലാമു അലൈക്കും, ബൈ.